താങ്കൾ തന്നെ താണ്ഡവം എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്തു, പിന്നീട് ചതുരംഗത്തിന് ചെയ്തു. എന്നിട്ട് താങ്കൾ തന്നെ പറഞ്ഞു ഇതൊരു നഷ്ടക്കളിയാണ്, ഇത്രയും സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 30 സിനിമയിൽ വേണമെങ്കിൽ പാടാം, ഈ ടെൻഷൻ ഞാൻ എടുക്കുന്നില്ല. ആ ആള് പിന്നെ തീരുമാനം മാറ്റി ഇപ്പോൾ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് അന്ന് ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് സിനിമയ്ക്ക് വേണ്ടി, താണ്ഡവത്തിന് വേണ്ടി ചെയ്തതല്ല. അത് ഞാനൊരു ആൽബത്തിന് വേണ്ടി ചെയ്ത സോങ് ഷാജി കേൾക്കുകയും ജോണി സഹരി അത് പടത്തിലോട്ട് അഡോപ്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ വന്ന് ഒരു എന്താണ് ആക്സിഡൻ്റലായിട്ട് വന്ന് വീണതാണ് ഒന്ന്. അതിനുശേഷം ഞാൻ ആനന്ദ് ചേട്ടൻ്റെ ഒക്കെ നിർബന്ധപ്രകാരമാണ് 1-2 പടങ്ങൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത്. പക്ഷെ അന്ന് എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ കാരണം എഴുതാനും ബാക്കി പോകാനും ഒക്കെ ഉള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതൊരു ത്രില്ലായിട്ട് മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സെറ്റപ്പ് ഉണ്ട് അതിന്. പാട്ട് കുറഞ്ഞതുകൊണ്ടല്ലോ? അല്ലല്ല, പാട്ട് എനിക്കിപ്പോഴും ഉണ്ട്. ഞാനിപ്പം ഒരു 4-5 പടത്തിൽ പാടിയിട്ടുണ്ട് നല്ലത്. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശനെ കുറിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിൽ വളരെ ഹിറ്റായിട്ടുള്ള ചില പാട്ടുകളുടെ സാമ്യമുള്ള ഈണങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ചീപുരത്തിൽ താങ്കൾ സംഗീതം ചെയ്തപ്പോൾ പൊന്നൂഞ്ചൽ തൊട്ടിലെ എന്ന ഗാനത്തിന് കാവാലം MG രാധാകൃഷ്ണൻ ടീമിൻ്റെ കറുകറ കാർമുകിൽ എന്ന വളരെ പ്രശസ്തമായ ഗാനത്തോട് സാമ്യമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? കറുകറ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും സാമന്ത മലഹരി എന്ന് പറയും. ഈ രാഗത്തെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ല, സാമന്ത മലഹരിയുടെ ഒരു റൂട്ട്, അതായത് ചില ഇതുണ്ടല്ലോ, നമ്മൾ ചില വഴി എന്ന് പറയുമല്ലോ, ചില രാഗത്തിന് പല വഴി പോവാം. ഇപ്പോൾ കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വഴി പോയിട്ട് മനോരമ ഓഫീസിൽ വരാം. പക്ഷേ ഈ രാഗത്തിന് ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ രാഗം ഞാൻ എടുത്തപ്പോൾ അത് എന്താണ്, പിന്നെ കാവാലം MGRൻ്റെ രാഗം ഞാൻ മോട്ടിച്ചു എന്നുള്ളത് വന്നേക്കാം. പക്ഷേ ആ പാട്ട് കേട്ടാൽ അങ്ങനെ അല്ല വന്ന്. പക്ഷേ ഈ പ്രിയൻ ഇങ്ങനെ പ്രേരിപ്പിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും? അല്ല, പ്രിയൻ പ്രേരിപ്പിച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രിയൻ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നൂഞ്ചൽ തൊട്ടിലേ മയ്യഴക് മെത്തയിലേ മാനേ നീ ഉറങ്ങ് ഉറങ്ങ് ആരാരു 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 ആരീരാരാരു. അത് ഒരു കുട്ടി ജനിച്ച് നൂല് കെട്ടാൻ നേരത്ത് കുറേ വൃദ്ധകളും എല്ലാവരും കൂടി ഇരുന്ന് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ 3-4 ട്യൂണ് ചെയ്തു കൊടുത്ത പ്രിയൻ പറഞ്ഞു ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സാമന്ത മലഹരി രാഗമാണ്, ഇതിന് കറുകറ ഒരു കുഴപ്പമില്ല, ഇറ്റ് സ്യൂട്ട്സ് ഫോർ മൈ ഫിലിം. ശ്രീകുമാറിന് ദേശീയ അവാർഡ് കിട്ടിയത് 2 പാട്ടുകൾക്കാണ്. ഒന്ന് ഹിസ്കൈനസ് അബ്ദുള്ളയിലെ നാദരൂപിണി എന്ന് തുടങ്ങുന്ന ഗാനം, രണ്ടാമത് വാസന്തി ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിലെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന ഗാനം. ഈ 2 ചിത്രങ്ങളിലും ഇതിനേക്കാൾ മികച്ച ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിചാരം പലർക്കുമുണ്ട്. പ്രമദവനം എന്ന് തുടങ്ങുന്ന ഗാനം ഹിസ്കൈനസ് അബ്ദുള്ളയിലെ, അതുപോലെ ആലിലക്കണ്ണ എന്ന് തുടങ്ങുന്ന ഗാനം വാസന്തി ലക്ഷ്മി എന്ന ചിത്രത്തിലെ. ഈ ഗാനങ്ങളെ മറികടന്ന് അവാർഡ് കിട്ടേണ്ട ഗാനങ്ങളായിരുന്നു താങ്കളുടേത്? അല്ല, അത് രണ്ടാമത് പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. കാരണം അതായത് ചാന്ത് പൊട്ടും ചങ്കേലസും അതിനകത്ത് എനിക്ക് അവാർഡ് കിട്ടിയതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, അതിനകത്ത് എനിക്കൊരു അതിശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിനൊരു നാഷണൽ അവാർഡിൻ്റെ ഒരു അർഹതയുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ട്, സത്യം. പക്ഷേ നാദരൂപിണി എന്നൊരു പാട്ട് അത് ഒരു ഗായകൻ പാടി നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രമദവനം ഇവിടുള്ള ഒരു 99% ഗാനമേളയിലെ ആൾക്കാർ പാടുന്നുണ്ട്, എന്തുകൊണ്ട് നാദരൂപിണി പാടുന്നില്ല? അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും ആ പാട്ട് പാടാനായിരുന്നു കൂടുതൽ വിഷമം, അതുകൊണ്ടായിരിക്കാം അവാർഡ് കമ്മിറ്റിക്കാർ അതിനകത്തിരുന്ന് ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ജൂറി കാണുമായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ, 90 നടന്നാണല്ലോ. അപ്പോൾ ശരിയായ ഒരു തീരുമാനമായിട്ട് തന്നെ താങ്കൾക്ക് തോന്നി? തീർച്ചയായിട്ടും. കാരണം അത് ഞാൻ തന്നെ ഇപ്പോൾ പാടാറില്ല, കാരണം പാടിക്കഴിഞ്ഞാൽ തെറ്റുമെന്നുള്ള ഉറപ്പാണ്. ചിലർക്ക് തോന്നുന്നു താങ്കൾക്ക് അനർഹമായിട്ട് 2 ദേശീയ അവാർഡ് കിട്ടിയെന്ന്. പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടാവും അർഹമായ സംസ്ഥാന അവാർഡുകൾ പോലും താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഉദാഹരണത്തിന് 93-ന് ശേഷം ഇതുവരെ MG ശ്രീകുമാറിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഓരോ ഭരണം മാറി വരുമ്പോൾ അവരവരുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു, അതിനകത്ത് ഇപ്പം എന്ത് പറയാനാ? അല്ല, ഇപ്പോൾ ഈ മാറി മാറി വന്ന ഭരണത്തിൽ ഒന്നും താങ്കളുടെ ഇഷ്ടക്കാരില്ലേ? എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. കാരണം ഞാൻ അങ്ങനെ, അതായത് എനിക്ക് ഈ LDF ആയാലും UDF ആയാലും അതിനകത്ത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ UDFിലാണ്. കാരണം എൻ്റെ ചേട്ടനുമായിട്ടുള്ള ബന്ധം. കാരണം എൻ്റെ ചേച്ചിയുടെയൊക്കെ കല്യാണത്തിന്
സദ്യ വിളമ്പുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രവിചേട്ടനും അതുപോലെ തന്നെ പിന്നെ PC ചാക്കോയും ഉമ്മൻചാണ്ടിയൊക്കെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടു വളർന്നത്. അപ്പോൾ അവരോട് എനിക്ക് അനുഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം തലശ്ശേരി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പിണറായി വിജയൻ, അതുപോലെ തന്നെ അച്യുതാനന്ദൻ, പിന്നെ അങ്ങനെ അതിനകത്തുള്ള ഒരുപാട് പ്രേമചന്ദ്രൻ, ഇതിനകത്തുള്ള ഒരുപാട് ലീഡേഴ്സ്. ഞാനിപ്പോൾ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ അവരൊന്നും അല്ലല്ലോ, ഒരു ജൂറിയല്ല ഈ അവാർഡൊക്കെ തീരുമാനിക്കുന്നത്. ആയിരിക്കാം. അപ്പോൾ ആ ആയിരിക്കാം എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എന്താ അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല, അനുഭവമായിട്ടൊന്നും പറയാനില്ല. ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലാതെ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ പറയാൻ യോഗ്യനല്ല. ഗായകനിൽ നിന്ന് സംഗീത സംവിധായകനിലേക്കുള്ള ഈ ചൂടുമാറ്റം പോലെ മറ്റൊരു മാറ്റമാണ് താങ്കൾ ഈ റിയാലിറ്റി ഷോയിലേക്ക് വന്നത്. അപ്പോൾ ഈ ചാനലുകളെല്ലാം കൂടെ കൂടി മലയാളികളുടെ സംഗീതബോധം തന്നെ ഹനിക്കുന്നു എന്ന് ഒരിക്കൽ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീകുമാർ തന്നെയാണ് ഇപ്പോൾ ഈ സംഗീത പരിപാടിയുടെ വിധികർത്താവായിട്ടിരിക്കുന്നത്. അല്ല, ഹനിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹനിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഇതൊരു നല്ല കാര്യമാണ്. അതിനകത്ത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, രണ്ടുമുണ്ട്. കാരണം ഒരു പാട്ടുകാരൻ ഇൻ്റർവ്യൂ നടത്തി സ്റ്റാർ സിംഗറിൽ വരുന്നു, അദ്ദേഹം പെർഫോം ചെയ്യുന്നു, ഒരു 6 സ്റ്റേജ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10-12 വർഷം സിനിമയെ പാടിയതിൻ്റെ എഫക്റ്റാണ് 6 മാസം കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഇവരുടെ മനസ്സിൽ അഹങ്കാരം പൊട്ടിമുളച്ചാൽ ഇവരുടെ ലൈഫ് അവിടെ തീരുകയാണ്. ഇവിടെ 99% സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടി, തേർഡ് കിട്ടി, ഫോർത്ത് കിട്ടി വരുന്ന കുട്ടികൾ 2007 എവിടെ, 2008 2009 എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളതാണ്, അവർ 2-3 മാനേജറെ വയ്ക്കാതെ നേരിട്ട് ഫോണെടുത്ത് വളരെ അവർക്ക് SMS അയച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ SMS-ലൂടാണ്, അല്ലെങ്കിൽ അത് ഒരു ഭാഗമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി അഹങ്കാരമില്ലാതെ പെരുമാറിയാൽ അവർക്കൊരു ഫ്യൂച്ചറുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവർ പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു ഷോ ആക്കാൻ വേണ്ടിയിട്ട് ഈ വിധികർത്താക്കളും പെർഫോം ചെയ്യുകയാണോ? താങ്കളുടെ ചിരിയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അത് വേണം. എന്തോ ഇപ്പോൾ ജോണി പറഞ്ഞ എന്തോ ഷോ, അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഷോയാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ TV എന്ന് പറയുന്ന മാധ്യമത്തിൽ വീട്ടിലിരുന്ന് കാണുന്ന കുടുംബക്കാർക്ക് അല്പം തമാശ, അല്പം ദുഃഖം, അല്പം സന്തോഷം, ഒരു അംഗം കാണാൻ താളി ഒടിക്കാൻ. അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾക്ക് ആരെയും കളിയാക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? കളിയാക്കല്ല ഇത്. ഞങ്ങൾ മനഃപൂർവ്വം, അത് അവിടുത്തെ കണ്ടസ്റ്റൻസിന് അറിയാം, ഞങ്ങൾ കളിയാക്കുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, വേട്ടാവളിയെന്ന് വിളിച്ചിട്ട് ഞാൻ രാഹുലിനെ ഒരുപാട് പറഞ്ഞു. ആദ്യമൊക്കെ അവനിങ്ങനെ ആണോ സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകുമാറെ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്, പാവം ഒരു ചെറുക്കനെ താങ്കളിട്ട് ക്രൂശിക്കുകയാണെന്ന്. ഒടുവിൽ ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തികൾക്ക് വെളിയിൽ നിന്ന് വിളിച്ച് ജനങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് ഇവൻ്റെ അടുത്തായിരുന്നു, വിവിയുടെ അടുത്തായിരുന്നു എന്നുള്ള കാര്യം. മാർക്ക് കൊടുക്കുന്ന കാര്യത്തിലും ഈ സ്നേഹം പ്രകടമാകും? ഒരിക്കലും. അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് വരെ എൻ്റെ റിയാലിറ്റി ഷോ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പന്തിയിൽ പക്ഷാഭേദമേ ഇല്ല. ആര് ആ സ്റ്റേജിൽ കറക്റ്റായിട്ട് പാടുന്നുണ്ടോ അവർക്ക് എൻ്റെ മാർക്ക് കൊടുക്കും. ഇനി അടുത്തിരിക്കുന്ന ആൾക്കാർ 2 മാർക്ക് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല. ഇപ്പോൾ ഈ ഗായകർ എന്ന് പറയുന്ന വംശം ഇങ്ങനെ അറ്റുപോകുന്ന ഒരു വംശമാണെന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് താങ്കൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഫിലിം ചേംബറൊക്കെ നടന്മാരുടെ കാര്യത്തിൽ ചില നിലപാടുകൾ എടുത്തപ്പോൾ അതൊന്നും ഗായകർക്ക് ബാധകമാക്കാൻ പാടില്ല എന്ന് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് താങ്കളാണ്. അത് ഈ ഒരു പേടി കൊണ്ടാണോ? അല്ല, ഞാൻ അന്ന് പറഞ്ഞത്, കാരണം ഇതുപോലെ എനിക്ക് ആരാണെന്ന് അറിഞ്ഞൂടാ, ഇതിൻ്റെ സംഘാടകർ അമ്മയോ മാക്ടിയോ അല്ല ചേംബറോ, അവർ അങ്ങനെ കുറേ ഫിലിം ചേംബർ അങ്ങനെ കുറേ വിഭാഗക്കാർ ഇതുപോലെ MG ശ്രീകുമാർ ഗായകർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെയാണ്. കാരണം റിയാലിറ്റി ഷോയിലിരിക്കുന്നതുകൊണ്ട് എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിയാലിറ്റി ഷോയിലിരുന്നാൽ സിനിമയിൽ പാടിക്കില്ല, വെളിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയെ പാടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലുള്ള എൻ്റെ കൊച്ചിലെയുള്ള ആ വികാരം പൊട്ടിത്തെറിക്കുകയും അന്ന് ചാനലുകാരെല്ലാം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ പറഞ്ഞു,
അതിന് ഞാൻ സോറിയും ചോദിച്ചു. പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. ഞാനൊരു കാര്യം ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ 5 സിനിമയിലാണ് പാടിയത്. 5 സിനിമയിൽ 3 സിനിമയിലുള്ള ആൾക്കാരാണ് എനിക്ക് പ്രതിഫലം തന്നത്. അതും പറയാം 30,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഈ 30,000 രൂപ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം ഞാൻ ഇതുപോലെ റിയാലിറ്റി ഷോയിൽ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ പാട്ട് നിർത്തിയെന്നോ അല്ലെ സിനിമ പാടത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. അതിന് MG ശ്രീകുമാറിന് സിനിമയിൽ നിന്ന് കിട്ടുന്നത് ഇതാണെങ്കിൽ പിന്നെ ഈ പുതിയ ഗായകരെ എങ്ങനെ ജീവിക്കും? അതല്ലേ ഞാൻ അതുകൊണ്ടാണല്ലോ ശക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നതൊക്കെ ശരിയാണ്, അങ്ങോട്ട് പൈസ കൊടുത്ത് പാടിക്കുന്നു എന്നൊക്കെ? ഇവിടെ കുറേ സംഭവങ്ങൾ അങ്ങ് നടക്കുന്നുണ്ട്. ഞാനിപ്പം അത് എൻ്റെ അടുത്ത് ആരും ഇതുവരെ വന്നില്ല. ഞാനിപ്പോൾ ഒരു 4 പടത്തിന് സംഗീത സംവിധാനം ചെയ്തുള്ളൂ. വന്നാൽ എന്തായിരിക്കും? വന്നാൽ ഞാനത് ടോളറേറ്റ് ചെയ്യില്ല. കാരണം ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. കാരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ പാട്ടുകാരെ എല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം. അതായത് പലരും ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്ത വ്യക്തികൾ വരെ ഉണ്ട്. അത് വാങ്ങിക്കുന്ന സംഗീത സംവിധായകർ ഇവിടെ ഉണ്ട്. അതൊക്കെ വളരെ സ്ട്രഗ്ലേഴ്സ് എന്ന് പറയുന്നത്. അത് ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. സ്ട്രഗ്ലേഴ്സ്. അവർക്ക് സിനിമയിൽ പാടാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഒടുവിലായി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ MG ശ്രീകുമാർ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? MG ശ്രീകുമാർ ഏത് തരത്തിലുള്ള ഒരു ഗായകനാണ്? ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഗായകനാണോ? MG ശ്രീകുമാർ സമം MG പ്ലസ് പെർഫോമർ. അതായത് MG ശ്രീകുമാറിനെ ഞാൻ കാണുന്നത് മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ മാക്സിമം ഗ്യാരണ്ടി. MG പ്ലസ് പെർഫോമർ എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് ആ നമ്മുടെ എല്ലാവരും ഇട്ട് തന്നിരിക്കുന്ന ഒരു പേരാണ് ഈ പെർഫോമൻസ്. ഈസ് എ പെർഫോമർ. നമ്മളൊരു വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പേരിന് അനുയോജ്യമായിട്ട് നമ്മൾ പെരുമാറണം. വി ഷുഡ് പെർഫോം അക്കോർഡിംഗ് ടു ദ ടേസ്റ്റ് ഓഫ് ദ ഓഡിയൻസ്. അപ്പോൾ ആ പ്രശസ്തമായ ആ ചിരി ഉണ്ടല്ലോ, അത് ഈ പെർഫോമൻസിൻ്റെ ഭാഗമാണോ? പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത്. അല്ലാതെ ഇത് നമുക്ക് അങ്ങനെ എപ്പോഴും ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഓഡിയൻസിന് എന്തായിരിക്കും ഇഷ്ടം, അതനുസരിച്ച് അവരുടെ ഇംഗിതം അനുസരിച്ച് നമ്മൾ പാടണം. വി ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. ആരായാലും എക്സ് ഓർ വൈ, ഒരു മ്യൂസീഷ്യനായാലും ഒരു ഡാൻസറായാലും ആരായാലും അത് അവർ ചെയ്യേണ്ട ഒരു ധാർമ്മികമായ കടമയാണ്. ഈ പൈസ കൊടുത്ത് മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തികളെ ആശ്വസിപ്പിക്കുക, പാട്ടുകൊണ്ട് ആശ്വസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ അവിടെ ഞാൻ വലിയ പപ്പുള്ളയാണെന്ന് പറഞ്ഞ് കയറിയിരുന്നാൽ കൂവലും വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ പറഞ്ഞത് ഒരു പെർഫോമൻസ് അല്ല എന്ന് കരുതട്ടെ? അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ പറയുന്നത് വളരെ സത്യമാണ്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ഓഡിയൻസിന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒരിക്കലും ഒരു അഭിനയമല്ല. അപ്പോൾ ആ പെർഫോമൻസ് തുടരട്ടെ. വളരെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.